തുർക്കിക്ക് നന്ദി അറിയിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായി ഞായറാഴ്ചയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ തുർക്കി നൽകിയ ശക്തമായ പിന്തുണയ്ക്ക് ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചു. എന്തായാലും ഇന്ത്യക്കെതിരെ ജയിച്ചതുപോലെയാണ് തുർക്കിക്ക് അദ്ദേഹം നന്ദി പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയായി മാറുകയാണ്. ഇന്ത്യയുമായുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയെ മറന്ന് തുർക്കി പാകിസ്ഥാനെ സഹായിച്ചതും പാകിസ്ഥാൻ തോറ്റെങ്കിലും ഒടുവിൽ വീണ്ടും തുർക്കിക്ക് നന്ദി പറഞ്ഞു ഒപ്പം നിൽക്കണം എന്ന ഒരു സന്ദേശം കൂടി കൈമാറിയതിലൂടെ നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടലുകൾ അക്ഷരാർത്ഥത്തിൽ തുർക്കിയുടെ കാര്യത്തിൽ തെറ്റി എന്ന് തന്നെ പറയാം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി മുന്നിൽ നിന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല. തുർക്കിക്കൊരിക്കൽ നിർണായക സമയത്ത് ഇന്ത്യ നൽകിയ സഹായമായ ഓപ്പറേഷൻ ദോസ്ത് മറന്നുകൊണ്ടാണ് പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് തുർക്കി ശക്തമായ പിന്തുണ നൽകിയത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയപ്പോഴും തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഈ സഹകരണത്തിനാണ് പാക് പ്രധാനമന്ത്രി തുർക്കിക്ക് നേരിട്ട് നന്ദി അറിയിച്ചിരിക്കുന്നത്. ഇസ്താംബൂളിൽ വെച്ച് തന്റെ പ്രിയ സഹോദരൻ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനെ കാണാൻ അവസരം ലഭിച്ചതായും പാക് ഇന്ത്യ സംഘർഷത്തിൽ പാകിസ്ഥാന് നൽകിയ ദൃഢമായ പിന്തുണയ്ക്ക് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നതായും ഷഹബാസ് ഷെരീഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരിക്കുന്നു. 6 ദിവസത്തെ 4 രാജ്യങ്ങളിലെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഷഹബാസ് ഷെരീഫ് തുർക്കിയിൽ എത്തിയത്. വ്യാപാരത്തിലും നിക്ഷേപ കാര്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഉഭയകക്ഷി ഇടപെടലുകളുടെ പുരോഗതിയും ഈ കൂടിക്കാഴ്ചയ്ക്കിടെ രണ്ടുപേരും അവലോകനം ചെയ്തതായിട്ടാണ് സൂചന. സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും അചഞ്ചലമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തുടർന്നും ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത തങ്ങൾ ഉറപ്പിച്ചതായും ഷെരീഫ് പോസ്റ്റിലൂടെ അറിയിച്ചു. പാകിസ്ഥാൻ തുർക്കി സൗഹൃദം നീണാൾ വാഴട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകര ആക്രമണം നടന്ന ഏപ്രിൽ 22-നാണ് ഇരു നേതാക്കളും അവസാനം കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. 26 ഇന്ത്യക്കാരാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. മെയ് 7 മുതൽ 10 വരെ നടന്ന സംഘർഷങ്ങളിൽ പാകിസ്ഥാനിൽ വ്യാപക നാശനഷ്ടം വരുത്താനും ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഷഹബാസ് ഷെരീഫ് 4 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. തുർക്കിക്ക് ശേഷം അസർബൈജാൻ, ഇറാൻ, താജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കും. പാക് പ്രധാനമന്ത്രിയുടെ പോസ്റ്റിനുള്ള മറുപടി പോസ്റ്റ് തുർക്കി പ്രസിഡന്റ് എർദോഗാനും പങ്കുവച്ചിട്ടുണ്ട്. പാക് പൗരന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. ഷഹബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ചതായും എർദോഗൻ അറിയിച്ചു. നിരവധി നിർണായക വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയതായാണ് വിവരം. പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, സുരക്ഷ എന്നീ വിഷയങ്ങളിൽ രണ്ട് നേതാക്കളും ചർച്ച നടത്തി. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും മാനുഷികവും രാഷ്ട്രീയവുമായ ബന്ധങ്ങൾ എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഊട്ടി ഉറപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷഹബാസ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ഇടയിലുള്ള അവിഭാജ്യ ബന്ധങ്ങൾ, സഹകരണം, ഐക്യദാർഢ്യം, സാഹോദര്യം എന്നിവ ഞങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി. മിസ്റ്റർ ഷെരീഫിലൂടെ എന്റെ പാകിസ്ഥാൻ സഹോദരങ്ങൾക്ക് എന്റെ ഏറ്റവും ഹൃദയംഗമമായ സ്നേഹം ഞാൻ അറിയിക്കുന്നു, അദ്ദേഹം പോസ്റ്റിൽ എഴുതി. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ തുർക്കി അപലപിച്ചിരുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നും ഭീകര ക്യാമ്പുകളല്ല ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടത് എന്നുമുള്ള പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണങ്ങൾ തുർക്കിയും പ്രചരിപ്പിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ചതും തുർക്കിയാണ്. ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഇവ പാകിസ്ഥാൻ ഉപയോഗിച്ചു. 2023-ൽ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ആ രാജ്യത്തിന് സഹായവുമായി ആദ്യം ഓടിയെത്തിയ രാജ്യം ഇന്ത്യയാണ്. തുർക്കിക്കാരെ സഹായിക്കുന്നതിനുള്ള ദൗത്യത്തിന് ഇന്ത്യ നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നായിരുന്നു. എന്നാൽ പെഹൽഗാം പോലുള്ള നിർണായക ഘട്ടത്തിൽ തുർക്കി പാകിസ്ഥാന് നൽകിയ പിന്തുണയിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു. തുർക്കിയും ആ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ രാജ്യത്തെ പൗരന്മാർ ആഹ്വാനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.